ആരാണ് മുനാഫിക് എന്നറിയുമോ? മുനാഫിക്കിന്റെ അടയാളം എന്തെന്നറിയുമോ? ആരാണ് പ്രിയമുള്ള സഹോദരങ്ങളെ മുനാഫിഖ്? അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച മുനാഫിക്കാരെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട പള്ളിയിലേക്ക് കടന്നു ചെന്നുകൊണ്ട് 5 വഖത്ത് നിസ്കാരം നിലനിർത്തുന്ന, പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പാരായണം ചെയ്യുന്ന, പരിശുദ്ധമാക്കപ്പെട്ട സകാത്ത് കൊടുക്കുന്ന, അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ മാസമാകതമായാൽ നോമ്പ് പിടിക്കുന്ന, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന തൽബിയത്തിന്റെ മന്ത്രവുമായി പരിശുദ്ധമാക്കപ്പെട്ട ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്ന, പക്ഷേ ഇതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും ഉള്ളിൽ വിശ്വാസമില്ലാത്ത ആളുകളെ കുറിച്ചല്ലേ അല്ലാഹുവിന്റെ ഹബീബ് പരിചയപ്പെടുത്തുന്നത് മുനാഫിക്കുകൾ എന്ന്? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളൊന്ന് ചിന്തിക്കണം. നമ്മൾ മുനാഫിക്കായി മാറുന്നുണ്ടോ എന്ന് ഈ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ പള്ളിയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്നവരാ, 5 വഖത്ത് നിസ്കാരം നമ്മൾ നിലനിർത്തുന്നവരാ, പരിശുദ്ധമാക്കപ്പെട്ട സകാത്ത് കൊടുക്കുന്നവരാ, നോമ്പ് പിടിക്കുന്നവരാ, ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്നവരാ, എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും അല്ലാഹുവേ അല്ലാഹുവേ അല്ലാ, എന്റെ ഉള്ളിലും യഥാർത്ഥമായ ഈമാനുണ്ടോ? ഇതെല്ലാം വിശ്വാസത്തോടു കൂടെയാണോ ഞാൻ ചെയ്യുന്നുണ്ട് എന്നൊരു ബോധത്തിലേക്ക് നമ്മൾ കരസ്ഥമാക്കണേ, എന്നൊരു ബോധോദയത്തിലേക്ക് നമ്മൾ എത്തണേ. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുനാഫിക്കിന്റെ അടയാളത്തെ കുറിച്ച് പരിചയപ്പെടുത്തുകയാ. അല്ലാഹുവിന്റെ തിരുദൂതൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ആയത്തുൽ മുനാഫിഖീന സലാഫൻ, ഒരു മുനാഫിക്കിന്റെ അടയാളങ്ങൾ 3 നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുനാഫിക്കിന്റെ അടയാളങ്ങൾ 3 നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഇദാ ഹദ്ദസ കദബ, ഒരു മുനാഫിഖായ മനുഷ്യന്റെ അടയാളം 3 അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ട് 1ാമത്തെ അടയാളമായിട്ട് അല്ലാഹുവിന്റെ ഹബീബ് അവിടുന്ന് പരിചയപ്പെടുത്തുകയാ, ഇദാ ഹദ്ദസ കദബ, അവനെങ്ങാനും സംസാരിച്ചാൽ അവന് കളവ് വരും. കളവായിട്ടാണ് അവൻ സംസാരിക്കുക. കളവ് അവന്റെ നാവിലൂടെ അറിയാതെ അവൻ മുയിനു പോകും, അവൻ പറഞ്ഞു പോകും. ഇങ്ങനെ സംസാരത്തിൽ കളവ് വരുന്നുണ്ടോ? അത് മുനാഫിക്കിന്റെ അടയാളമാണെന്ന് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. 2ാമതായി അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത് എന്താ? വഇദാ വഅദ അഖ്ലഫ, അവനെങ്ങാനും ഒരു കരാർ ചെയ്താൽ, ഉടമ്പടി ചെയ്താൽ, അവരൊരു എഗ്രിമെന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അഖ്ലഫ, അവൻ അതിനെ ചതിക്കും. ഒരു എഗ്രിമെന്റ് പറഞ്ഞാൽ, ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു കരാർ വെച്ചാൽ, അവനൊരു ഉടമ്പടി ചെയ്താൽ അതിനെ അവൻ ചതിക്കുന്ന, വഞ്ചിക്കുന്ന ആളാണോ? എന്നാൽ അത് മുനാഫിക്കിന്റെ അടയാളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 3ാമതായി അല്ലാഹുവിന്റെ ഹബീബ് പരിചയപ്പെടുത്തുന്നുണ്ട്, അവനെങ്ങാനും വിശ്വസിച്ചാൽ അവനെ വഞ്ചിക്കും. വിശ്വസിച്ച ആളുകളെ ചതിക്കുന്ന, അവനെ വഞ്ചിക്കുന്ന ആളുകളുണ്ടോ? അതും മുനാഫിക്കിന്റെ അടയാളമാണെന്ന് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ 3 അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ടോ? ഈ 3 അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഞാനും ഒരു മുനാഫിക്കായി മാറുന്നുണ്ടോ? ഈ മുനാഫിക്കിനെ കുറിച്ച് പറയുന്ന പ്രസംഗം നമ്മൾ കേൾക്കുമ്പോ, ഈ മുനാഫിക്കിന്റെ അടയാളങ്ങൾ പറയുന്ന ഈ പ്രഭാഷണങ്ങൾ നമ്മൾ ശ്രവിക്കുമ്പോ, ഞാനും ഒരു മുനാഫിക്കായി മാറുന്നുണ്ടോ? മുനാഫിക്കിന്റെ ഒരു അടയാളം എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ കാക്കുമാറാകട്ടെ. ഉള്ളിൽ വിശ്വാസമില്ലാതെ പുറത്ത് മുസ്ലിം നാമധേയം കൊണ്ട് നടക്കുന്ന ആളുകളായി മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഓരോരുത്തരും മുനാഫിഖായി മാറുന്ന ഒരു കാലഘട്ടത്തിലാ ജീവിക്കുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് പരിചയപ്പെടുത്തിയതുപോലെ എന്റെ കാലശേഷം ഒരു സമുദായം വരാനുണ്ട്. അവർ അല്ലാഹുവിന്റെ പള്ളിയിൽ ചെന്നിട്ട് അവർ നിസ്കരിക്കുന്നവരാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ അവര് പാരായണം ചെയ്യുന്നവരാ. പക്ഷേ വലൈസ ഫീഹിം ഈമാൻ, അവർക്കൊരു അണുമണി തൂക്കം ഈമാൻ പോലും ഉണ്ടാവുകയില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്? യഥാർത്ഥമായൊരു മുനാഫിക്കായി മാറുന്ന ഒരു കാലഘട്ടത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്?